فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അൽ ഖുശൂ ഫി സ്വലാത്ത്. നമ്മളുടെ നമസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു പഠനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിസ്കരിക്കുന്ന ഒരു സമയത്ത് ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അറിവുണ്ടാകും. ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വിവരം ഉണ്ടാവുമ്പോഴാണ് ഒന്നുകിൽ അതിൻ്റെ ആ ഉപയോഗത്തെ സംബന്ധിച്ച് വിവരം ഉണ്ടാവുന്നു, അതിൻ്റെ ഗുണത്തെ സംബന്ധിച്ച് അറിയുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് നിസ്കാരം. നിസ്കാരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗുണത്തെ സംബന്ധിച്ച് നമ്മൾ അറിയണം. അതുപോലെ തന്നെ അത് ഉപേക്ഷ വരുത്തിയാൽ ഉണ്ടാകുന്ന ഗൗരവത്തെ സംബന്ധിച്ചും നമ്മൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിലും ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രണ്ട് സംഗതികൾ മാത്രം ആദ്യം ഓർമ്മപ്പെടുത്താം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗം നേടിത്തരുന്നത് നിസ്കാരമാണ്, അല്ലെങ്കിൽ വിജയം നേടിത്തരുന്നത് നിസ്കാരമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്നതും നമസ്കാരം. ഇതെങ്ങനെ രണ്ടും ഒന്നാകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. മുഅ്മിനുകൾ വിജയിച്ചു. മുഅ്മിനുകളുടെ വിജയം, ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അത് ആ ആയത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നു. ഇങ്ങനെ മുഅ്മിനുകൾ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകളായിരുന്നു, ശ്രദ്ധയുള്ള ആളുകളായിരുന്നു, ഭക്തിയുള്ള ആളുകളായിരുന്നു. അതാണ് അവർ വിജയത്തിന് നിദാനമായി ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഇനി ആളുകൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് ആ നരകവാസികളായ ആളുകളോട് തന്നെ പോയിട്ട് ചോദിക്കാൻ, മാ സലക്കക്കും ഫീ സക്കർ. സക്കർ എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഒരു പേരാണ്. എന്താണ് നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അപ്പോൾ അവിടെ അവർ ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ നിരത്തുന്നുണ്ട്. ആ നിരത്തുന്നതിൽ ഒന്നാമതായിട്ട് അവർ പറയുന്നത് ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരിൽ പെട്ടിരുന്നില്ല എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായിട്ട് അള്ളാഹു എണ്ണിയപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞു. നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി പറഞ്ഞപ്പോൾ മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമതായിട്ട് അറിയണം. സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നിസ്കാരം ഉള്ളവരാകണം. ആ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിസ്കാരത്തിൽ ശ്രദ്ധയും ഭക്തിയും ഉള്ളവരാണ്. ഇതില്ലെങ്കിൽ പിന്നെ നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് അവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്
നമ്മളുടെ സ്വർഗപ്രവേശനത്തിനും അതുപോലെ തന്നെ നരകത്തിൽ പ്രവേശിക്കാൻ രണ്ടിനും നിദാനമായി തീരുന്നത് നമസ്കാരത്തോട് നാം സ്വീകരിക്കുന്ന സമീപനത്തിന് അനുസരിച്ചായിരിക്കും എന്ന അറിവ് ഒന്നാമതായിട്ട് നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരം എങ്ങനെയായിട്ടുള്ളതാകണം എന്നുകൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന്, നമ്മൾ നിസ്കരിക്കുന്നത്, അപ്പോൾ നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാവരും നിസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ നമസ്കാരം നമുക്ക് സ്വർഗം നേടിത്തരുന്നതാകണം. അങ്ങനെയുള്ളൊരു നിസ്കാരമായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. രണ്ട്, ആ നമസ്കാരം നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒന്ന്, നമുക്ക് സ്വർഗം നേടിത്തരുന്നതാകണം. രണ്ട്, ആ നമസ്കാരം നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. മൂന്ന്, നിസ്കാരത്തെ സംബന്ധിച്ച് റസൂല് പറഞ്ഞു, ഖുറത്തു ഐനി ഫിസ്വലാത്ത്, എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് നിസ്കാരത്തിലൂടെയാണ്. എന്താണ് അത് സംഭവം? കൺകുളിർമ ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആഹ്ലാദവും സന്തോഷവും ഒക്കെ, അതിനാണ് കൺകുളിർമ എന്നുള്ള പദം ഖുറത്ത് ഐനു എന്ന് പ്രയോഗിക്കുന്നത്. റസൂല് പറയാണ് ഖുറത്തു ഐനി ഫിസ്വലാത്ത്. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ നമസ്കാരം നമുക്ക് കൺകുളിർമ നൽകുന്നതാകണം. 4 നിസ്കാരങ്ങളെ സംബന്ധിച്ചും സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ വഴി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയും. അപ്പോൾ നാലാമതായി നമ്മുടെ നമസ്കാരം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്. നമ്മൾ നിസ്കരിക്കുന്നത് വഴി നിസ്കാരത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലമൊക്കെ ഒരുപാടുണ്ട്. അതിനൊക്കെ അപ്പുറമായി നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ പുറത്തു കിട്ടുന്നതാണ്. 5, നമ്മൾ നിസ്കരിക്കുന്നത് വഴി ആ നമസ്കാരം നിഷിദ്ധമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നതിനെ തടയുന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തിന്റെ ഗുണത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്, തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, നീചമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് ആ നമസ്കാരം നമ്മളെ തടയും എന്നാണ്. അപ്പോൾ ഇതിൽ പലതും ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആ നിസ്കാരം വഴി അനുഭവം ഉണ്ടാകേണ്ട സംഗതിയാണ്. അപ്പോൾ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നമസ്കാരത്തിൻ്റെ ഗുണം ഇവിടെ വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കിട്ടുന്ന ആ ഗുണം ഇവിടെ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ പരലോകത്ത് അതിന് പ്രതിഫലം ഉണ്ടാവും. അതിൻ്റെ ഗുണം ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പരലോകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞപ്പോൾ. തീർച്ചയായും നമസ്കാരം നീചമായ, നികൃഷ്ടമായ, മോശമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തടയുന്നുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വക്തും നിസ്കരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നിസ്കാരത്തിൻ്റെ ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മളെടുത്ത് വരുന്ന മോശമായ, ചീത്തയായ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെ വഴിക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമസ്കാരം ഇതിൽ നിന്ന് നമ്മളെ തടയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ചും അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയും. അപ്പോൾ ഈ കാര്യം നമ്മളുടെ ശ്രദ്ധയിലുണ്ടാകണം. നമ്മുടെ നമസ്കാരം എങ്ങനെയുള്ളതായി തീരണം എന്ന ഒരു പഠനത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ നമസ്കാരം നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധ ഉണ്ടാകേണ്ടത്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതൊക്കെ കിട്ടേണ്ടുന്ന, ഇതൊക്കെ ലഭിക്കേണ്ടുന്ന ഒരു നിസ്കാരമാകണം എൻ്റെത് എന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധയോട് കൂടിയിട്ട് നിസ്കരിക്കാനുള്ള ഒരു താല്പര്യം അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് ആവർത്തിച്ചിട്ട് പുതിയ ഭാഗം പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒന്നാമതായിട്ട് പറഞ്ഞത് നിസ്കാരത്തെ സംബന്ധിച്ച് പ്രധാനമായി 2 കാര്യം നമ്മൾ അറിയണമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിസ്കാരത്തെ സംബന്ധിച്ചിട്ട് പ്രധാനമായിട്ട് 2 സംഗതികൾ നമ്മൾ അറിയണം. ആർക്കാണ് 2 കാര്യം പറഞ്ഞാൽ മതി, ഇതിലെ കൂടി പറയണ്ട, 2 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഒന്നാമത്തെ? ഒന്ന്, നമ്മളെ നിസ്കാരത്തിലൂടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുക. വെരി ഗുഡ്, അല്ലെ? നിസ്കാരത്തിലൂടെയാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആയത്ത് പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചു. എന്താണ് കാരണം? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഭക്തി ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അതാണ് ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിലൂടെയാണ് സ്വർഗം ലഭിക്കുക. ഇനി വേറെ എല്ലാ സംഗതി നമ്മൾ ചെയ്തു, നിസ്കാരമില്ല, സ്വർഗം കിട്ടില്ല. അതാണ് പറഞ്ഞത്.
പിന്നെ അതിന്റെ രണ്ടാമത്തത് ഒരു ഗൗരവം മനസ്സിലാക്കുന്ന ഒരു വിഷയം കൂടിയാണ് പറഞ്ഞത്. ഒന്ന് നിസ്കാരത്തിലൂടെയാണ് സ്വർഗ്ഗം ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നിസ്കാരം ഒഴിവാക്കുന്നതിലൂടെ അതെ, നിസ്കാരം നമ്മൾ ഒഴിവാക്കുന്നത്, നിസ്കാരത്തെ നമ്മൾ അവഗണിക്കുന്നത് നരകപ്രവേശനത്തിന് കാരണം. അത് നരകത്തിൽ പ്രവേശിച്ച ആളുകളോട് പോയിട്ട് ചോദിക്കുകയാണ്. സ്വർഗത്തിലുള്ള ആളുകൾ ഖുർആന്റെ ആയത്ത് സൂറത്തുൽ ഖമറിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പോയി നോക്കുക, കുറെ ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും ഇവിടെ കാണില്ല. ഇവിടെ കാണാൻ ഞാൻ പിന്നെ വേറെ 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അപ്പൊ നമ്മൾ നരകത്തിൽ പോയി നോക്കാന്ന് പറയും. അപ്പൊ ഈ ആളുകൾ പോയി നോക്കണം. അപ്പൊ അവരുണ്ടാവും നരകത്തിന്റെ വസത്തിൽ തന്നെ അവിടെ ഉണ്ടാവും, ജഹീമിലുണ്ടാവും. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇവിടെ എത്താൻ കാരണം? നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നല്ലേ മാസ്. അപ്പൊ നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഇവിടെ തന്നെ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായിരുന്ന ആളുകൾ തന്നെയാണ്. മാസലൊക്കെ കുംഫീസക്ക, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കാൻ കാരണം എന്ന് ചോദിക്കും. അപ്പൊ അവര് ഒന്നാമത്തെ കാരണം പറയുന്നത് ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല എന്നാണ്. അപ്പൊ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് നമ്മുടെ നമസ്കാരം എങ്ങനെയുള്ളതാകണം. അപ്പൊ ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ 5 സംഗതികളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ആ നമസ്കാരം എങ്ങനെയുള്ളതാകണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുള്ളതാകണം എന്നാണ് നമ്മൾ പഠിച്ചത്. സ്വർഗം നേടിത്തരുന്നതാവും. അതെ, നമ്മൾ ഒന്നാമത് പഠിച്ചത് അതാണ്. നമ്മുടെ നിസ്കാരം നമുക്ക് സ്വർഗം. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അറിയണം, ഈ നിസ്കാരം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും. അപ്പൊ എന്റെ നിസ്കാരം എനിക്ക് സ്വർഗം നേടിത്തരുന്നതാകണം എന്നാണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. 2, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഓക്കെ അല്ലെ, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാകണം നമ്മുടെ നിസ്കാരം. അപ്പൊ ഒന്ന് സ്വർഗം നേടിത്തരുന്നതാകണം, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാകണം, പിന്നെ കൺകുളിർമ നേടിത്തരുന്നത്. അതെ അതെ, നമുക്ക് നമ്മുടെ നിസ്കാരം കൊണ്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു കൺകുളിർമ കിട്ടും, സന്തോഷം കിട്ടും. ഒരു അടങ്ങേറ് അങ്ങനെയാണ് പലപ്പോഴും നിസ്കാരത്തെ പറ്റി പറയാം. ഇനി യാശം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഇനി അതും കൂടി ഉണ്ട് എന്നുള്ള ഒരു മടിയായിരിക്കും. അപ്പൊ നമുക്ക് കുറെ അലക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ മതി. പക്ഷെ അതൊരു ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ അതൊരു സന്തോഷത്തോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യാം. അതൊരു അത് ചെയ്ത് തീർക്കണം, ഒരു കടമ നിർവഹിക്കുന്നത് പോലെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ നിസ്കാരം നമുക്കൊരു സന്തോഷം. നിസ്കരിക്കുമ്പോൾ അതാണ് ഖുറത്തു ഐനി ഫി സ്വലാത്ത്. എനിക്ക് റസൂൽ പറഞ്ഞത് അതാണ്, നിസ്കാരത്തിലൂടെയാണ് എനിക്ക് സന്തോഷം. അരിഹിന എന്നാണ് പറയുന്നത്, അരിഹിന യാ ബിലാൽ. നിസ്കാരത്തിന് വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി, കാമത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം, നമുക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ട് വിളിക്കൂ എന്നാണ്. അപ്പോ നിസ്കാരം നമുക്ക് കൺകുളിർമ നേടിത്തരുന്നതാകണം. അതാണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്. ഇനി 2 സംഗതികളും കൂടെ ഉണ്ട്. ഒന്നെന്തായിരുന്നു? 4-ാമത്തെ നിസ്കാരം പാപങ്ങൾ. അതെ, നമ്മൾ നിസ്കരിക്കുന്ന നമ്മുടെ ഈ നിസ്കാരം അത് നമുക്ക് പാപങ്ങൾ പുറത്തു തരാൻ കാരണം. അതാണ് 4-ാമത്. 5, നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് തടയാൻ. അതെ, നിസ്കാരം നമ്മളെ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. അപ്പൊ നമ്മുടെ നിസ്കാരം നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നതിലൂടെ അതിന്റെ ഒരു ഗുണമായി നമുക്ക് ലഭിക്കേണ്ടുന്ന കാര്യമാണ് നിസ്കാരം നമ്മളെ പാപങ്ങളിൽ നിന്ന് തടയുന്നതാകണം. അതിനുള്ള ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പോ ഈ പറഞ്ഞ സംഗതി, ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യം അത് നമുക്ക് നമ്മുടെ നമസ്കാരത്തിലൂടെ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിസ്കാരത്തെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, 5 നേരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ 5 സംഗതി നമ്മുടെ നിസ്കാരം, 5 എന്നുള്ളത് ഞാൻ എണ്ണി പറഞ്ഞതെന്ന് ഖുർആനും അതുമായി ബന്ധപ്പെട്ട് ഹദീസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. തൽക്കാലം അത്ര ഈ 5 കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത്തരം നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ളത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്കാണ് നാശം. നിസ്കരിക്കാത്തവർക്കല്ല, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ അവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. നിസ്കാരത്തിലുള്ള അശ്രദ്ധയെ മാത്രമല്ല പറഞ്ഞത്, നിസ്കാരം വഴി ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊന്നും ലഭിക്കാതെ അതിനെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്ത ആളുകളാണ് അവർ. നിസ്കാരം അതിൻ്റെ മുറക്ക് നടക്കുന്നു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ ആയ സംഗതികൾ അത് അതിൻ്റെ വഴിക്കും നടക്കുന്ന രൂപത്തിലുള്ള നിസ്കാരമാകുന്നു. അപ്പോൾ അതിനാൽ നമുക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇപ്പോൾ നിസ്കാരത്തെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫസ്സലാത്തു ബിലാ ഖുശൂ. ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്ന് പറയുന്നത് ഖജസദിൻ ബിലാ റൂഹ്. റൂഹില്ലാത്ത ഒരു ജസദ് പോലെ. ഇപ്പൊ ജീവനില്ലാത്ത ഒരു ശരീരം അത് എങ്ങനെയാണോ അതുപോലെയാണ് ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ജീവനില്ലാത്ത നിസ്കാരമാകുന്നു അത്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഒന്ന്, നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ 2 പോയിന്റ്, നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ഗൗരവവും നമ്മൾ ഉൾക്കൊള്ളണം. പിന്നെ നമ്മൾ അറിയേണ്ടുന്നത്, ഇപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. ഇപ്പോൾ മുനാജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭാഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും മുനാജാത്താണ്. ഒരാൾ മാത്രം സംസാരിക്കുന്നതിനല്ല പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു സംസാരമാണ്. അപ്പോൾ അതിനാൽ ഈ സംസാരിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യണം. അപ്പോൾ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി. ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഓള് വേറെന്തോ ഒരു പണിയിലൂടെയാണ് ഇങ്ങനെ മറുപടി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഒന്നുകിൽ ഇവിടെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്കും. അല്ല, രണ്ടൊന്നായി പോയില്ലേ. ഒന്നിങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എൻ്റെ പണി എടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നമുക്കെന്നെ അപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. കാരണം ഒരു പണി അവിടെ ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അവർ വേറെ എന്താ പരിപാടിയില്ല. അപ്പോൾ പറയുന്നതിൻ്റെ ഗൗരവം അറിയില്ല. അതാണ്. ഇനിയിപ്പോൾ ശ്രദ്ധ ഇല്ലാതെ എന്ത് സംഗതി ചെയ്യാം, ശ്രദ്ധ ഇല്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധ ഇല്ലാതെ എന്ത് പണിയും, ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യണതിൽ നമ്മളെ കൈമ കത്തി തട്ടിയിട്ടുണ്ടാകുക എന്തായിരിക്കും, നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ എവിടേക്കെങ്കിലും നമ്മൾ പട്ടം പറത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആണ് കൈമ തട്ടുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധ പോയാൽ അപകടം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നത് നിസ്കാരത്തിലാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ മുനാജാത്ത് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുനാജാത്ത് അഭിമുഖ സംഭാഷണം ആകുമ്പോൾ ആ പറയണതിൽ ശ്രദ്ധ ഉണ്ടാകണം. ഒന്ന്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നാണ് പറയണത് എന്താണെന്ന് തിരിയണം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇങ്ങനെ പറയണം, എനിക്കറിഞ്ഞൂടെ ഞാൻ എന്താ ഈ പറയണതെന്നുള്ളത്. ഞാനിങ്ങനെ കുറേ വാക്ക് കാണാതെ പഠിച്ചിട്ട് അത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നു, അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ പറയണത് എന്താകുന്നു എന്ന് നമ്മൾ തിരിയണം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളൊരു പ്രാക്ടിക്കൽ രൂപത്തിൽ ഇന്ന് പഠിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന സംഗതി നമ്മൾ തന്നെ നമ്മുടെ ചെവി കൊണ്ടൊന്നിങ്ങനെ കേട്ടു നോക്കുക. അപ്പോൾ സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന രൂപത്തിൽ നിങ്ങളൊന്ന് ഫാത്തിഹ നോക്കുക. ഓക്കെ, അത് മതി. അപ്പോൾ നിങ്ങൾ ഓതി. അപ്പോൾ സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന രൂപത്തിലാണ് ഓതി. ഇനി ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് ഉള്ളൊരു ഫാത്തിഹയാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫാത്തിഹ ഇങ്ങനെ തന്നെ ഓതുന്നത്, ഏത് മെല്ലെയാണ് ഓതുന്നത്. പക്ഷെ ആ ഓതുന്നതിനെ നമ്മൾ നമ്മുടെ കാതുകൊണ്ട് ചെവി കൊണ്ട് കേൾക്കണം. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്തു നോക്കണം. അതായത് നിങ്ങൾ ഓതുന്ന സാധനത്തെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓതി പോയിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല, ഓതി ഇങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ ആ ഓതുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുക. അത് നിങ്ങൾക്ക് കേൾക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കേൾക്കും. അങ്ങനെ കേട്ടുകൊണ്ടൊന്ന് ഫാത്തിഹ ഓതി, കേട്ടുകൊണ്ട് ഓതി. ഓക്കെ. അപ്പോ രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം തോന്നി? ഒന്ന് ശ്രദ്ധ പോകുന്നില്ല അല്ലെ? നമ്മൾ കേട്ടുകൊണ്ട് ഓതിയപ്പോ അത് ശ്രദ്ധിച്ചിട്ടാണ് പോയത്. പിന്നെ എന്തെങ്കിലും മാറ്റം തോന്നി? വെരി ഗുഡ് അല്ലെ? മറ്റത് നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ഈ കാറിലൊക്കെ ബാക്കിൽ നമ്മൾ ഇരിക്കണ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, ബാക്കിയൊക്കെ ഡ്രൈവർ നോക്കി പോകണം. അങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ഉണ്ടായെന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് പോയിട്ടുണ്ടാവും. എന്നാൽ മറ്റത് അതല്ല, സമയമായി എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അത് ഓതി പോകാൻ കഴിയില്ല. കേട്ടുകൊണ്ട് പോകുമ്പോൾ വേഗക്കാരൻ കേൾക്കുമാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സമയം പിടിക്കുന്നുണ്ട് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഒന്നതാണ്. അപ്പൊ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇനി എല്ലാം ഫാത്തിഹ മാത്രമല്ല, ഇതിന് ഫാത്തിഹയിൽ ചുരുക്കാൻ പാടില്ല. എല്ലാം ഏത് വജ്ജഹത്ത് മുതൽ, ഇനി അതെല്ലാം ഏത് പ്രാർത്ഥനയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് മുതൽ അവസാനം വരെയുള്ളത് ഇങ്ങനെ കേട്ടുകൊണ്ടായിരിക്കണം ഓതണം. നമ്മൾ കേൾക്കുക, ചെവി കൊണ്ട് കേൾക്കും. അപ്പൊ വെറുതെ നിസ്കരിച്ചു പോകില്ല. മറ്റെന്താന്ന് വെച്ചാൽ നിസ്കരിച്ചു പോകണം.
പക്ഷെ അവിടെ തീരുന്നില്ല. ഇനി ഇത് തന്നെ അടുത്തതാണ് വലിയ ഏറ്റവും ഗൗരവമുള്ള വിഷയം. ഇത് തന്നെ ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ്. നമ്മൾ കേട്ടുപോയതുള്ളൂ, അർത്ഥമൊന്നും നോക്കിയില്ല അല്ലെ? അർത്ഥം നമ്മൾ നോക്കില്ല. ഇത് തന്നെ നമ്മൾ ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അപ്പൊ അർത്ഥം അറിയണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ നമ്മള് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലാണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് എങ്ങനെ നമ്മള് ഇത് പാരായണം ചെയ്താൽ മാറ്റം ഉണ്ടാവും എന്നറിയുന്നത്. അതിന് ഒരു സൂചന മാത്രമാണ് ഇതിൽ നമ്മൾ നൽകുന്നത്. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയുടെ മാത്രം, കാരണം ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിക്കുന്ന അർത്ഥം മാത്രമല്ല, ഫാത്തിഹയെ സംബന്ധിച്ച് നമുക്കറിയാം. ഫാത്തിഹയിലെ ഓരോ ആയത്ത് നമ്മൾ പറയുമ്പോഴും അള്ളാഹു ഇങ്ങനെ അതിന് മറുപടി പറയുന്നു, അള്ളാഹ് മറുപടി പറയുന്നു. അപ്പൊ ആ മറുപടി കൂടെ നമ്മൾ കേട്ടുകൊണ്ടാണ് ഫാത്തിഹ ഓതുന്നത്. അല്ലാതെ ഫാത്തിഹയുടെ അടിച്ചു മിന്നി പോകേണ്ടതാണല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന മാത്രം നമ്മൾ സൂചിപ്പിക്കണം. അപ്പൊ ഈ 2 സുജൂദുകൾക്കിടയിൽ ഉള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന. ചെറിയ പ്രാർത്ഥനയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം മാത്രം ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നത്, മറ്റത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒന്ന് അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലെ, നമ്മൾ സുജൂദിന്റെ ഇടയിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർലി. എന്താ അർത്ഥം? അല്ലാഹുവേ എനിക്ക് എന്റെ പാപം പുറത്തു തരണേ. അല്ലാഹുമ്മ ഗ്ഫിർലി. മനസ്സിലായി? വർഹംനി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്നോട് നീ കാരുണ്യം ചെയ്യണം. അപ്പോ എന്റെ പാപം പുറത്തു തരണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, എന്നെ കാരുണ്യം ചെയ്യണം. പിന്നെ നമ്മൾ പറയുന്നത് വഹ്ദിനി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നമുക്കറിയാം, എനിക്ക് നീ ശരിയായ വഴി കാണിച്ചു, അല്ലെങ്കിൽ എനിക്ക് മാർഗദർശനം നൽകണം. പിന്നെ നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വജ്ബുർനി എന്നുള്ളതിലൊക്കെ വളരെയേറെ വിശദീകരിച്ചത്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂനതകൾ. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. നമ്മുടെ വീക്ക്നെസ്, ന്യൂനത എന്ന് പറയുമ്പോഴുണ്ട് അല്ലെ, ചില മലയാള പദത്തിലാണ്. നമ്മുടെ വീക്ക്നെസ്സുകൾ പരിഹരിച്ചാൽ ഓരോ ആളുകൾക്കും ഓരോ വീക്ക്നെസ് ആയിരിക്കും അല്ലെ, പല വീക്ക്നെസ്സുകളുണ്ട്. പടച്ചവനെ എന്റെ വീക്ക്നെസ്സുകൾ, എന്റെ ന്യൂനതകൾ എനിക്ക് നീ പരിഹരിച്ച് തരണേ എന്നാണ്. പിന്നെ വആഫിനി, സൗഖ്യം, നമ്മുടെ ആരോഗ്യം അല്ലെ, നമ്മൾ അതിനാണ് കുറെ സമയമൊക്കെ ചെലവഴിക്കുന്നത്, അത് പടച്ചവനെ നൽകണേ എന്നാണ്. പിന്നെ നമ്മൾ പറയുന്നത് വർസുഖിനി, എനിക്ക് റിസ്ക് നൽകണം. പിന്നെ വആഫിനി, എന്റെ പദവികൾ ഉയർത്തി തരണം. ജോലിയിലാണെങ്കിൽ ജോലിയിൽ കയറ്റം കിട്ടണം, മറ്റു പദവികൾ അള്ളാഹുവിന്റെ അടുത്തുള്ള പദവി എല്ലാം ദീനും ദുനിയാവും ഒക്കെ ദീൻ ഉൾപ്പെടും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ പ്രാർത്ഥന, 2 സുജൂദിന്റെ ഇടയിലുള്ള ഒരു ചെറിയ പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു, ഒന്നും വിട്ടുപോയി. ഏതെങ്കിലും വിട്ടുപോയി വർസുഖിനി എന്ന് പറഞ്ഞാൽ എല്ലാം റിസ്കിലെല്ലാം പെട്ടു അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ഓരോ പ്രാർത്ഥനയും ഇങ്ങനെ വളരെ വലിയ അർത്ഥങ്ങളാണ്. ഇതിൽ തന്നെ ഈ വർഹംനി എന്നുള്ളതിനൊക്കെ വലിയ അർത്ഥങ്ങളാണ്. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അർത്ഥം കൂടെ സങ്കല്പിച്ചിട്ട് ഒന്ന് പറയാം. അപ്പൊ ഞാൻ അർത്ഥം ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എനിക്കിനി പുറത്തു തരണം അല്ലെ. വർഹംനി, കാരുണ്യം ചെയ്യണം. അതുപോലെ തന്നെ വഹ്ദിനി, ഹിദായത്ത്, മാർഗദർശനം നൽകണം. വജ്ബുർനി, എന്റെ എല്ലാ ന്യൂനതകളും വീക്ക്നെസ്സും പരിഹരിച്ചു തരണം. പിന്നെ വആഫിനി, ആഫിയത്ത്, സൗഖ്യം നൽകണം, ആരോഗ്യം നൽകണം, ഒക്കെ അതിൽപ്പെടും. വർസുഖിനി, റിസ്ക് നൽകണം. അതുപോലെ തന്നെ വർഫഇനി, എന്റെ പദവികൾ ഉയർത്തണം. അപ്പൊ ഇനി നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സുജൂദിന്റെ ഇടയിലാണെന്ന് സങ്കല്പിക്കുക. 2, നമ്മൾ പറയുന്നത് കേൾക്കുക പോരാ. 3-മത്തത് അതിന്റെ അർത്ഥം കൂടെ നമ്മൾ സങ്കല്പിച്ചിട്ട് ഒന്ന് പറഞ്ഞു. അതായത് അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലെ, അല്ലാഹു ഗ്ഫിർലി. അപ്പൊ അത് വരണം, ഗ്ഫിർലി പുറത്തു വരണം എന്നുള്ളത് വരണം. ഓക്കെ, നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും മാറ്റായി അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തുള്ളൂ, പറയണത് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടല്ലേ ഇത്
പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം. അതാണ് മുനാജാത്ത് എന്ന് പറയുമ്പോൾ എന്താ പറയണത്, എന്താ നമുക്കറിയാം. പറയണത് അറിയാതെ കേട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പറയണത് കൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കേട്ടു അല്ലേ? അപ്പൊ കേട്ടപ്പോ മറ്റേതിനേക്കാൾ മാറ്റായി. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. പക്ഷെ ഇവിടെയല്ല, ഇനി ഉള്ളത് എന്താന്ന് വെച്ചാൽ ഓരോന്നും ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിസ്കാരം. ഈ ഓരോന്നിന്റെയും മഹത്വം നമ്മളറിയാം. തക്ബീറത്തുൽ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മഹത്വം അറിയണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യുക, അർത്ഥം അറിഞ്ഞുകൊണ്ട് കേൾക്കുക. അപ്പൊ ആ മഹത്വം അറിയണം. മഹത്വം അറിയാതെ അല്ലാഹു അക്ബർ ആ ഒരു വയന്ന പോലത്തിൽ പോയിട്ട് നമ്മൾ അല്ലാഹു അക്ബർ പറയലാണ്, അതല്ല. അപ്പൊ നമുക്ക് തക്ബീറത്തുൽ പിന്നെ നമ്മൾ ഓരോന്നിലും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ റുക്കൂഇന്റെ സുജൂദിന്റെ ഇതിന്റെ ഒക്കെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അർത്ഥം ഞാൻ പറയാം. മറ്റേത് പറയുന്നത് അപ്പൊ എന്താണ് ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അടുത്ത ക്ലാസ്സിലാണ് അത് വിശദീകരിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ നമ്മൾ പറയാം അല്ലെ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഉയർത്തി ചെവിക്ക് നേരെ അല്ലെങ്കിൽ ഷോൾഡറിന്റെ നേരെ ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ നിന്നിട്ടാണ് പറയുന്നത്. അതിലൂടെ അതിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ ഇഅ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, പരസ്യപ്പെടുത്തുക. ബിഅന്നക വഖഫ്ത അൽആൻ അമാമൽ അക്ബർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അമാമൽ അക്ബർ, എന്താണ്, ഏറ്റവും വലിയവനായിട്ടുള്ളവന്റെ മുന്നിലാണ്. ഏറ്റവും അല്ലാഹു അക്ബർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയവനായിട്ടുള്ള അള്ളാഹുവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ യംബഇ അൻ തുഫക്കിറൽ അസ്ഗർ, പിന്നെ ചെറുതൊന്നും ചിന്തിക്കാൻ പാടില്ല. ഏറ്റവും വലിയവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്, ബാക്കിയുള്ള വിഷയമൊക്കെ ചെറു. അതിനാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, ഏറ്റവും മഹാനായ ഉന്നതനായ അള്ളാഹിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ യംബഇ അൻ തുഫക്കിറൽ അസ്ഗർ, ചെറിയ ഒരു സംഗതിയും പിന്നെ ചിന്തയിലേക്ക് വരരുത് എന്ന ബോധ്യത്തോട്. അപ്പൊ അതവിടെ നിൽക്കുമ്പോ തന്നെ പറയും നീയത്തൊക്കെ എന്നൊക്കെ പറയില്ല. അത് മുസല്ലി പറഞ്ഞു തോന്നി എന്ന് പറഞ്ഞാൽ കുറെ സംഗതി കേട്ടാന്ന് പറയലല്ലേ. നമ്മൾ നിസ്കരിക്കുകയാണെന്നുള്ളൊരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവരിക, ഏതാണ് നിസ്കാരം എന്നുള്ളത് കൊണ്ടുവരിക. അപ്പൊ ആ കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ആ നിൽക്കുമ്പോൾ തന്നെ ഒരു ഗൗരവം ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഒരാളെടുത്ത് നിൽക്കുമ്പോൾ, ഒരു ബോസിന്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്നതും വേറൊരുത്തിന്റെ അടുത്ത് പോയി നിൽക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അവിടെ പോയി നിന്നിട്ട് തലയും ചൊറിഞ്ഞ് മുക്കും ചൊറിഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പൊ അത് അതിന്റെ ഗൗരവത്തിലാണ് നിൽക്കുക. അപ്പൊ അമാമൽ അക്ബർ അല്ലെ, ഏറ്റവും വലിയവന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ചിന്തയും വരാൻ പാടില്ല. അത് ഓരോ അല്ലാഹു അക്ബർ പറയുമ്പോഴും പിന്നെ അത് മനസ്സിലേക്ക് വരണം. അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയിപ്പിക്കണം, എന്താണ് അല്ലാഹു അക്ബറാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അസ്ഗറാണ്, ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. അപ്പൊ ഒന്നത് ഇനി സുജൂദ് ഒക്കെ ബാക്കിയുള്ളത് പറയാന്ന് പറയുന്നത്. ഇപ്പൊ സുജൂദിനെ സംബന്ധിച്ച് സുജൂദിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു ബോധം വരണം. എന്താണ് അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് എന്നാണ് സുജൂദിനെ പറ്റി പറഞ്ഞത്. അതായത് ഒരു അടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് സുജൂദ്. അപ്പൊ സുജൂദിക്കാണ് പോകുമ്പോൾ തന്നെ അത് മനസ്സിൽ വരണം. ഏത് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് മനസ്സിൽ വന്നിട്ടാണ് സുജൂദിലെ പ്രാർത്ഥന പറയുന്നത്. ആ പ്രാർത്ഥന പറയുന്നത് എങ്ങനെയാണ്, നേരത്തെ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുക, അതിന്റെ അർത്ഥവും നമ്മളായി. അപ്പൊ ആ സുജൂദിനൊക്കെ ഒരു ഭംഗിയുണ്ടാവും. മറ്റേതെന്താണ്, സുജൂദ് പോയ വേഗം എണീക്കാനാ തോന്നുന്നത്. പിന്നെ അങ്ങനെ ഒരു ഇതാണല്ലോ നമ്മൾ നിസ്കാരത്തെ പറ്റിയിട്ട് തന്നെ പറയാം, നിൽക്കുക. അപ്പൊ അതല്ലല്ലോ നിസ്കാരം. അപ്പൊ ആ രൂപത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ പറഞ്ഞ സംഗതികൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യം അതിന്റെ മഹത്വ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് ഓർമ്മയിൽ ഉണ്ടാകണം. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്, ഒന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കണം, രണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് കേൾക്കണം, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്താണ്, ഓരോ പൊസിഷന്റെയും പ്രാധാന്യം അറിഞ്ഞുകൊണ്ടായിരിക്കണം ആ പൊസിഷനിലേക്ക് വരേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ സംഗതി കൂടുതലാകുമ്പോൾ വളരെയേറെ ശ്രദ്ധ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിസ്കരിക്കുക എന്നുള്ളതാകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും, നിസ്കരിക്കുക എന്നാണ്. പിന്നെ നിസ്കാരത്തിന്റെ ഗുണം ലഭിക്കുന്ന നിസ്കാരമാണ്. ഒരു മാസം ജോലി ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എത്ര കാലം ജോലി ചെയ്യും? മനസ്സിലാവായിട്ട്. അപ്പോ നമുക്കതിന്റെ ഗുണം ലഭിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ നിസ്കരിക്കുക എന്നുള്ള സങ്കല്പം തന്നെ മനസ്സിൽ പോവുക. പിന്നെ എന്റെ നമസ്കാരം എനിക്ക് പ്രതിഫലം നേടിത്തരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് നമ്മളെ തടയുന്നതാകണം. ആ ഒരു ചിന്തയിലേക്കാണ് നിസ്കാരത്തെ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ പറഞ്ഞത് തന്നെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാൽ തന്നെ ഒരുപാട് വലിയ മാറ്റം ഉണ്ടാവും. ബാക്കിയുള്ളത് കൂടി കേട്ടാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ നിസ്കാരം നമുക്ക് ഗുണം ലഭിക്കുന്ന രൂപത്തിലേക്ക്, മാറ്റം വരുന്ന രൂപത്തിലേക്കായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.